കർക്കിടക വാവിനോടനുബന്ധിച്ച് വെള്ളരിക്കുണ്ട് അടുക്കളക്കുന്ന് ഭൗതികക്ഷേത്രത്തിൽ നടത്തിയ രാമായണ പാരായണവും പ്രദർശനവും ശ്രദ്ധേയമായി. വ്യത്യസ്തങ്ങളായ 300 രാമായണങ്ങളും രാമായണ ചിത്രങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. വിപുലമായ ആചാര അനുഷ്ഠാനങ്ങളോടും അഖണ്ഡ രാമായണ പാരായണത്തോടും കൂടിയാണ് മലയോരത്തെ പ്രസിദ്ധ ആരാധനാ കേന്ദ്രമായ അടുക്കളക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നത്. രാവിലെ 5 മണിയോടെ തന്നെ വാവ് ബലി കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. പിതൃമോക്ഷവും പുണ്യവും തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. ക്ഷേത്രമേൽശാന്തി ജഗദീഷ് മനോളിത്തായ ചടങ്ങുകൾക്കും ജയരാമ ബെള്ളുള്ളായ വാവുബലി കർമ്മങ്ങൾക്കും കാർമ്മികത്വം വഹിച്ചു. രാവിലെ 6:30 മുതൽ വൈകുന്നേരം 6:30 വരെ അഖണ്ഡ സമ്പൂർണ്ണ രാമായണ പാരായണ യജ്ഞവും നടന്നു. ഇതോടനുബന്ധിച്ചാണ് വൈവിധ്യമാർന്ന രാമായണങ്ങളുടെ അപൂർവമായ പ്രദർശനം ഒരുക്കിയത്. 300 വർഷം പഴക്കമുള്ള ഓലയിലെഴുതിയ രാമായണം മുതൽ 1 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള കുഞ്ഞു രാമായണം വരെയുള്ളവയും വിവിധ ഭാഷകളിലും രൂപങ്ങളിലുമുള്ളതുമായ ഏകദേശം 300 വ്യത്യസ്ത രാമായണങ്ങളും രാമായണ ചിത്രങ്ങളുമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. രാഘവൻ മൗവേനി രാമായണ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കനകരാജൻ പൊങ്ങഞ്ചാൽ, ചിങ്ങവനം മോഹനൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൊട്ടിയൂർ ക്ഷേത്രസ്ഥാനികനും മണത്തറ സ്വദേശിയുമായ സി പത്മനാഭൻ തൻ്റെ അപൂർവ ശേഖരങ്ങളിൽ നിന്നാണ് പ്രദർശനം ഒരുക്കിയത്. എൻ്റെ കയ്യിൽ 230 രാമായണങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ രാമായണങ്ങൾ. അതിൽ 157 രാമായണങ്ങൾ മലയാളത്തിലുള്ളതാണ്. ബാക്കി മറ്റ് ഇന്ത്യൻ ഭാഷകളിലുള്ള ഉറുദുവിലുള്ള രാമായണമുണ്ട്, ഹിന്ദി, സംസ്കൃതം, അന്യഭാഷകളിലായിട്ടുള്ള ധാരാളം ഒറിയ ഭാഷയിലൊഴിച്ച് ബാക്കി ഇന്ത്യൻ ഭാഷകളിലെല്ലാം ഉള്ള രാമായണമുണ്ട്. സംസ്കൃതത്തിൽ, ഹിന്ദി ലിപിയിൽ സംസ്കൃതം ഉള്ള രാമായണമുണ്ട്. ഞാൻ രാമായണത്തിൻ്റെ വ്യത്യസ്തത, രാമായണത്തിൽ ഒന്നല്ല ധാരാളം രാമായണങ്ങളുണ്ട് എന്ന് രാമായണത്തിൽ തന്നെ പറയുന്നു. അതുകൊണ്ട് ആ വ്യത്യസ്തത എല്ലാവരും ഒന്ന് കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് രാമായണ പരിചയം എന്ന പരിപാടി ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രദർശനം നടത്തി. കഴിഞ്ഞ ആഴ്ച തൊടുപുഴയിലായിരുന്നു 5 ദിവസത്തെ പരിപാടി. അതിനു മുമ്പേ ഒരാഴ്ച തൃശ്ശൂരായിരുന്നു, പൂങ്കുന്നം. അതിനു മുമ്പേ മെയ് മാസത്തിൽ ഗുരുവായൂർ വെച്ച് നടത്തി 5 ദിവസത്തെ പരിപാടി. ഇതിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രദർശനം എത്തണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇതൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. രാമായണത്തിൻ്റെ മഹത്വം, രാമായണത്തിൻ്റെ വ്യത്യസ്തത, അത് മുഴുവൻ ആളെയും ഒന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വിവിധ കാലഘട്ടങ്ങളിലും രൂപങ്ങളിലും ഭാഷകളിലുമുള്ള രാമായണങ്ങളുടെ വൈവിധ്യം നേരിൽ കാണാൻ അവസരമൊരുക്കി. പുരാതന ഓലഗ്രന്ഥങ്ങളും അത്യപൂർവമായ ചെറുരൂപത്തിലുള്ള രാമായണങ്ങളും ഉൾപ്പെടുന്ന ശേഖരം കാഴ്ചക്കാരിൽ വിസ്മയവും കൗതുകവും സൃഷ്ടിച്ചു. ഇങ്ങനെ രാമായണത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും വിവിധ അവതരണ രീതികളും പരിചയപ്പെടുത്തിയ പ്രദർശനം അടുക്കളക്കുന്ന് ഭൗതികക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി ചടങ്ങുകൾക്ക് വേറിട്ട പൊലിമയും ഗരിമയും പകർന്നു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.